ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് 4 വർഷത്തേക്ക് നമുക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 21,600 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വർഷത്തേക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. ഡിവൈഡർ ബൈ 4 ചെയ്താൽ മതി. 21,600 ഡിവൈഡർ ബൈ 4 എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 5400. 5400 എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷത്തേക്ക് എനിക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയാലോ. എങ്ങനെ പറയാൻ പറ്റും? കിട്ടിയ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളിന്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ പോരെ. അതായത് 5400 എന്ന് പറയുന്നത് പ്രിൻസിപ്പളായ 45,000ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. 10% എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് ഇട്ടാൽ മതി അല്ലെ, 4500. ഇനി എത്ര കൂടെ എനിക്ക് വേണം? 4500 10% ഇനി എത്ര കൂടെ വേണം? 900 അല്ലെ, പ്ലസ് 900 ആണ് 5400 എന്ന് പറയുന്നത്. 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 കിട്ടും. 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450ന്റെ ഇരട്ടി 900. അതായത് 2% എന്ന് പറയുമ്പോൾ എനിക്ക് ടോട്ടൽ 12% എനിക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 12% 45,000ന്റെ 5400 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു 2 വർഷത്തേക്ക് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടാൽ എത്ര നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുമെന്നല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ഇയറിലേക്ക് ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 12%ന്റെ ഇരട്ടി അല്ലെ, 12 + 12 24 കിട്ടും. പ്ലസ് 12 × 12 ഡിവൈഡർ ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12ന്റെ സ്ക്വയർ 144 ഡിവൈഡർ ബൈ 100 ചെയ്യുമ്പോൾ 1.44 അല്ലെ. 1.44 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25.44% എന്ന് കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിന്റെ എത്രയാണ്? 25.44 കണ്ടുപിടിച്ചാൽ പോരെ. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയാണ്? 45,000. അതിന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 4,500. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി 9,000. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ന്റെ പകുതിയാണ് അല്ലെ. എത്ര കിട്ടും? 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2,250 കിട്ടും. ഇനി എന്താ ചെയ്യാനുള്ളത്? 0.44 0.1 കണ്ടുപിടിക്കണം. 0.1 എത്രയാ? 10%. 1% 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പോയിന്റ് ഇടുന്നു 45. അങ്ങനെയാണെങ്കിൽ 0.4 എന്ന് പറയുമ്പോൾ 45ന്റെ ഇരട്ടിയുടെ ഇരട്ടി എത്ര കിട്ടും? 90. 180. സോ 180 എനിക്ക് കിട്ടും. ഇനി കണ്ടുപിടിക്കാനുള്ളത് 0.04 അല്ലേ. 0.4 180 ആണെങ്കിൽ 0.04 എത്ര ആയിരിക്കും? ഇതിനൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ പോലെ എത്ര കിട്ടും? 18. സോ എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 5 4 1 4 and 11 11,448 എന്ന് ആൻസർ കിട്ടും.